നാം ഇന്ന് ഒരു ശ്രദ്ധേയമായ ധന്യമായ ചടങ്ങിന് നാം എല്ലാവരും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ശ്രദ്ധേയമായ ധന്യമായ ചടങ്ങ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് തികഞ്ഞ ഗുരുഭക്തനും മികച്ച സംഘാടകനും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നമ്മുടെ നാടിൻ്റെ നിറസാന്നിധ്യവുമായിരുന്ന യശശരീരനായ ശ്രീ ശിവരാജൻ സാറ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ ദർശനവും ഉദ്ബോധനവും ഉപദേശവും സംശീകരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ഇവിടെ പടുത്തുയർത്തുകയുണ്ടായി. ആ പ്രസ്ഥാനത്തിലാണ് നാം ഇന്നിവിടെ നിൽക്കുന്നത്. ശ്രീനാരായണ ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ കോവിഡ് മൂലവും തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണം മൂലവും ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രപ്രകാരം തുടർന്നുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വിൽപ്പത്രത്തിൽ സൂചിപ്പിച്ച പ്രകാരം ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ശാഖാസ്ഥാപനമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 28-ാം തീയതി നടന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റിനെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൽ ലയിപ്പിക്കുകയും ശാഖാസ്ഥാപനമായി അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. തുടർന്ന് ഈ സ്ഥാപനത്തിൻ്റെ നാമം ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ, ഏറ്റെടുക്കൽ പ്രഖ്യാപനങ്ങൾ സമാരാധ്യനായ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ നിർവഹിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഏത് ലക്ഷ്യമാണ് മുന്നിൽ കണ്ടുകൊണ്ട് യശസ്വരീനായ ശിവരാജൻ സാറ് ഈ പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വപ്നം കണ്ട, അദ്ദേഹം ലക്ഷ്യമിട്ട ആ മഹത്തായ ലക്ഷ്യങ്ങളെ അനർത്ഥമാക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഇന്നു മുതൽ പ്രവർത്തിക്കും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും എല്ലാം നാം പരിശോധിക്കുമ്പോൾ സമൂഹത്തിന്റെ നന്മ, മനുഷ്യന്റെ നന്മ, അത് എല്ലാവിധത്തിലുള്ള സങ്കുചിത വിഭാഗീയ ചിന്തകളെയും ദൂർത്തെറിഞ്ഞുകൊണ്ട് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുവാൻ ഉതകുമാറുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് സമൂഹം മാറ്റപ്പെടണമെന്ന വലിയ സങ്കല്പമായിരുന്നു, വലിയ ലക്ഷ്യമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിതാന്ത്യങ്ങളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും ആ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ കടന്നുകൂടിയിട്ടുള്ള അശാസ്ത്രീയമായ ധാരണകളെ സമൂലം തിരുത്തി ശാസ്ത്രീയമായ അവബോധം നൽകുവാൻ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തിനും ദർശനത്തിനും കഴിഞ്ഞു എന്നുള്ളത്. അതിൽ നിന്നാണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ സങ്കല്പവും ഗുരുവിന്റെ സാമൂഹിക ദർശനവും ഗുരുവിന്റെ സാമൂഹിക കാഴ്ചപ്പാടും അങ്ങനെ മനുഷ്യ ജീവിതവുമായി, മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും നേർവഴിക്ക് നയിക്കുവാൻ ഒതുക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള വലിയ ലക്ഷ്യമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നത്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അർത്ഥപൂർണമാക്കുവാൻ, അർത്ഥസമ്പുഷ്ടമാക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഒരു പുരുഷായുസ് മുഴുവനും യശസ്വരീരനായ ശിവരാജൻ സാർ നിർവഹിച്ചത് എന്ന് സാറിനെ അറിവുള്ള നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത്. മികച്ച സംഘാടകൻ എന്ന നിലയിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ഒരു പ്രവർത്തകൻ, ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്.
ശ്രീനാരായണ സാംസ്കാരിക സമിതിക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ശിവരാജൻ സാർ വഹിച്ചിട്ട പങ്ക് അവിസ്മരണീയമാണ്. അതുമായി ഇന്ന് ശിവരാജൻ സാറിനോടുള്ള കടപ്പാട് സ്മരണ നാം പുതുക്കുമ്പോൾ അദ്ദേഹത്തോട് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കടപ്പാട് എന്ന് പറയുന്നത് ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യത്തെ പരിപൂർണതയിൽ എത്തിക്കുവാൻ, ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനുള്ള ഒരു കടമയാണ്, ഒരു കർത്തവ്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന് ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. ശിവരാജൻ സാർ മുന്നോട്ട് വെച്ച ആശയത്തെ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ ധർമ്മസംഘം ട്രസ്റ്റ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കും. അതിനുള്ള തീരുമാനങ്ങളും നടപടികളും കൈക്കൊണ്ടുവരികയാണ്. അതിനെ കൂടുതൽ ശക്തമാക്കുവാൻ, ഊർജ്ജസ്വലമാക്കുവാൻ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും ജാതി മത ഭേദമന്യേ എല്ലാ നല്ലവരായ സഹോദരന്മാരുടെയും സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പാവന നിശരീരനായ ശിവരാജൻ സാറിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത അലങ്കരിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആദരണീയനായ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ സ്വാമിജിയെ സ്വാഗതം ചെയ്യുന്നത്. കാരണം 2022 ഡിസംബർ 15 ഞാൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുകയുണ്ടായി. 2023 ജാനുവരി മാസം 15-ാം തീയതി ട്രസ്റ്റിന്റെ ആദ്യ യോഗം ഞാൻ വിളിച്ചു ചേർത്തപ്പോൾ ആ യോഗത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ചർച്ചക്കിടയിൽ എന്നോട് മുന്നോട്ട് വെച്ച ആശയം, പുല്ലുവഴിയിൽ ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം ശിവഗിരിയിൽ ലയിക്കപ്പെടേണ്ടതാണ്. ശിവരാജൻ സാറിന്റെ സങ്കല്പവും അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൽ ലയിപ്പിക്കുക എന്നുള്ളത്. അതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകണം. അടിയന്തരമായി പുല്ലുവഴി സന്ദർശിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് സച്ചിദാനന്ദ സ്വാമികളുടെ നിർദ്ദേശം. സ്വാമികളുടെ നിർദ്ദേശത്തെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ പുല്ലുവഴി സന്ദർശിക്കുകയും ഈ പ്രസ്ഥാനത്തെ കുറിച്ച്, ഇതിന്റെ നടപടികളെ കുറിച്ചൊക്കെ പരിശോധിക്കുകയും ചെയ്തപ്പോൾ എത്രയും പെട്ടെന്ന് ശിവഗിരിയുടെ ശാഖാസ്ഥാപനമായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ശാഖാസ്ഥാപനമായി ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് മാറണം എന്ന ആഗ്രഹത്തോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുകയുണ്ടായി. പക്ഷേ ഒരുപക്ഷക്കാലം നീണ്ടുപോയത് ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിന് ഇഷ്ടദാനം എഴുതി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ടാക്സും അതിൻ്റെ മറ്റു ചിലവുകളും ഉൾപ്പെടെ 24 ലക്ഷം രൂപ വരും എന്നുള്ളതുകൊണ്ട് സർക്കാരിൽ നിന്ന് ആ ഇളവ് സമ്പാദിക്കുന്നതിന് വേണ്ടി സർക്കാരിനെ സമീപിച്ചത് കൊണ്ടാണ് ഇത്രയും വൈകിയെങ്കിലും അത് കഴിഞ്ഞ ദിവസം പ്രമാണം ചെയ്യുകയും ഈ പ്രസ്ഥാനം ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലേക്ക് ലയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രസ്ഥാനത്തിന് കൂടുതൽ ലക്ഷ്യബോധമുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റുവാൻ അടിയന്തര നടപടികളുമായി മുന്നോട്ട് പോകുന്ന ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് തന്നെയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. സ്വാമിജി വളരെ ആദരപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആദരണീയനായ ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികളാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ശിവരാജൻ സാറിന്റെ നിര്യാണത്തെ തുടർന്ന് ഈ ട്രസ്റ്റ് ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് ശിവഗിരി ലയിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചത് ധർമ്മസംഘം ട്രസ്റ്റിന്റെ ട്രഷറർ ശാരദാനന്ദ സ്വാമികളായി.
ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ വരികയും അവിടെ നടന്ന ചർച്ചകൾക്കും ശേഷം അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് ശിവഗിരിയെ അറിയിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോയത് ശ്രീമദ് ശാരദാനന്ദ സ്വാമികളാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഈ ശാരദാനന്ദ സ്വാമികളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ധർമ്മസംഘം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി കുളമ്പരാനന്ദ സ്വാമി ഉൾപ്പെടെ ഒട്ടേറെ സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആലുവ അദ്വൈതാശ്രമത്തിന്റെ സെക്രട്ടറി ശ്രീമദ് ധർമാചൈതന്യ സ്വാമികളാണ് ഈ ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അധീനത്തിലുള്ള ഈ സ്ഥലമെല്ലാം വൃത്തിയാക്കുകയും ഇങ്ങനെ ഉദ്ഘാടനത്തിന് ഈ സമ്മേളനത്തിന് സജ്ജീകരിക്കുകയും ചെയ്ത് ധർമാചൈതന്യ സ്വാമികളാണ്. അപ്പോൾ ധർമാചൈതന്യ സ്വാമികൾ കുളമ്പരാനന്ദ സ്വാമി ഉൾപ്പെടെ ശിവഗിരിയിൽ എത്തിച്ചേർന്ന ഒട്ടേറെ പേരുകളുണ്ട്. എല്ലാവരുടെയും പേര് എടുത്ത് പറയാതെ തന്നെ എൻ്റെ സഹോദര സന്യാസിമാരെ എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അവസാനത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ട്രസ്റ്റ് ശിവഗിരിക്ക് എഴുതി തന്ന അഡ്വക്കേറ്റ് കാർണേഷുണ്ട്. കാർണേഷും ഒട്ടേറെ കാര്യങ്ങൾ ഈ പ്രസ്ഥാനം നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.